ഭജേഹം വീരഭദ്രായ അഗ്നിനേത്രായ ഘോരസംഹാരക സകലലോകായ സർവഭൂതായ സത്യസാക്ഷാത്കരാ ശംഭോ ശംഭോ ശങ്കര ഓം ശിവോഹം ഓം ശിവോഹം രുദ്രനാമം ഭജേഹം ഭജേഹം. ഇന്ന് മഹാശിവരാത്രി. അമൃത TV സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്തതായി ആ ഹോട്ട് സീറ്റിലേക്ക് നമുക്ക് ഒരാളെ കൊണ്ടുവരാം. ഡെഡിക്കേഷൻ റൗണ്ട്. യാ, ആരാ വരുന്നേന്നറിയോ? ഇല്ല. നാദിർ ദിർദ. അവൻ ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് അവന്റെ കുറച്ച് കഥ. അവന്റെ അനിയത്തിയായിരിക്കും മിക്കവാറും. അറിയില്ല. അവൻ സേഫ് സോങ് കളിക്കും ചിലപ്പോ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകളെ കുട്ടികളായി മുത്തുമെനഞ്ഞ പട്ടിളം ചില്ലകളിൽ കുഞ്ഞുപൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. ചൊല്ലി പഠിപ്പിച്ചോരിൻ ഗുരുനാഥനല്ലേ അന്തിക്കീർത്തിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ചോരിൻ ഗുരുനാഥനല്ലേ അന്തിക്കീർത്തിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകളിൽ കുട്ടികളായി മുത്തുമെനഞ്ഞ പട്ടിളം ചില്ലകളിൽ കുഞ്ഞുപൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. ഉത്സവം കാണുവാൻ പോകുമ്പം തോളിലുറങ്ങിയതും കർക്കിടക്കാറ്റിലെ കോടമഴയത്ത് കൂടെ ഇറങ്ങിയതും കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പം തോളിലുറങ്ങിയതും കർക്കിടക്കാറ്റിലെ കോടമഴയത്ത് കൂടെ ഇറങ്ങിയതും നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ പട്ടു
എന്തോ അച്ഛന് വേണ്ടിയാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്തത് അല്ലേ? അതെ. ശ്രീഹരിയുടെ അച്ഛനാണ് കേട്ടാ. ഓ നമസ്കാരം. 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 എന്താ അച്ഛന്റെ പേര്? എൻ്റെ പേര് സുനിൽ. എന്തുകൊണ്ടാണ് അച്ഛന് സോങ് ഡെഡിക്കേറ്റ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം അച്ഛനോടുള്ള സ്നേഹം. നല്ല ഇഷ്ടമാണ് അച്ഛനെ. അതുകൊണ്ടാണ് അച്ഛന് ഡെഡിക്കേറ്റ് അച്ഛൻ എനിക്ക് ചെയ്തത്. വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഫാമിലിയും എൻ്റെ നാട് വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഈ ഷോയിൽ സെലക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ എറണാകുളം വരെ എത്തണേ. അല്ലെങ്കിൽ നമ്മൾ വീടിന് ചുറ്റും നടക്കേണ്ട ആൾക്കാരാ. അച്ഛാ, എങ്ങനെയാണ് ശ്രീഹരിയുടെ പാട്ടിന്റെ പഠനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പാട്ട് നന്നായിട്ട് പാടും. ഞങ്ങളൊരു ചെറിയൊരു ഭജൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ മൂപ്പര് പാട്ട് പാടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ കൈരളി ഗ്രാമീണ കലാവേദി എന്ന് പറഞ്ഞിട്ടൊരു നാടൻ പാട്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിലും പാടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്താ പറയാ ഗ്രാമീണ തലത്തിലുള്ള ഒരു സംഘടന. അപ്പൊ അതിലൊക്കെ പാടുണ്ട്, അതിലൊക്കെ ഞാൻ കൊണ്ടുപോയി പാടിക്കാറുണ്ട്. വെരി ഗുഡ്. നന്നായി പാടും എന്നാണ് എല്ലാരും പറയണത്. നന്നായിട്ട് പാടും. നല്ല ചെക്കനാ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുനിൽ എന്ത് ചെയ്യുന്നു? ഞാൻ സിമന്റ് വർക്ക്, വീടിന്റെ ഒക്കെ പണികൾ. ഇപ്പൊ പണികൾ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ സുഖമായി ജീവിച്ചു പോണ്. അതിന്റെ കാരണക്കാരൻ ഇവൻ തന്നെയാണ്. ഇനി കുറച്ചേക്ക് പറയാം വിഷമായി. സൂപ്പറായിട്ട് പാടി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, സിംഗിങ് സൂപ്പർ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ. എന്തൊരു പാട്ട്, എന്തൊരു പാട്ട്. അസാധാരണ പാടി. അതെ. അതായാലും പാട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. സൂപ്പറായിട്ട് പാടി. അതല്ലാതെ ഈസി അല്ല പാടാനും. ആ പൂ നല്ല ശ്രുതി പറഞ്ഞാൽ ഒറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നുന്നു. എല്ലാ പൂവും നല്ല ശുദ്ധമായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഉഗ്രം. നല്ല സെലക്ഷനും. എന്തൊരു പാട്ടാ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ. സൂപ്പർ സോങ്. നമുക്ക് എന്തായാലും കമന്റ്സിലേക്ക് ഇപ്പൊ പോവാം. ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ, എന്തോ ശ്രീഹരി ഓ ഉഗ്രം പാട്ട് സെലക്ഷൻ. താങ്ക് യു ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയത്. താങ്ക് യു സർ. ഉഗ്രായിട്ട് പാടി. അത് അങ്ങനെ ഈസി ആയിട്ട് അവളത് വിചാരിക്കരുത് അങ്ങ് പാടിട്ട് പോകാൻ. അങ്ങനെ പറ്റത്തില്ല. ആ പൂവൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നെല്ലാം മഹാവൃത്തികേടായിരിക്കും. ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. നന്നായിരുന്നടാ. എനിക്ക് ആകെ ഉള്ള ഒരു ഒറ്റ ഡൗട്ട്, അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ദൈവമായിട്ട് തന്നതായിരിക്കും. നമ്മൾ അനുപല്ലവി തുടങ്ങുമ്പോൾ ഗരിമ ഗരിമ എന്നുള്ളതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാനത് പറയാതിരുന്നേ. എല്ലാവരും കൂടെ കണ്ണു വെച്ചാലോ. മക്കളെ, ഉഗ്രായിട്ട് പാടി മോനെ കേട്ടോ. താങ്ക് യു സർ. ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. ജീവിതത്തിൽ എല്ലാ നന്മയും ഉണ്ടാവട്ടെ. അച്ഛനും മകനും അതുപോലെ. പിന്നെ ഒരു കുട്ടിയില്ലേ നിനക്ക്, ഒരു കുഞ്ഞൻ ഉണ്ണി അവനാണ് ഫുള്ള് എല്ലാ അതിന് പുറകെ നടക്കുന്ന മുഴുവൻ. അപ്പൊ ഫാമിലിക്ക് മൊത്തം എല്ലാ നന്മയും ഉണ്ടാവട്ടെ മോനെ കേട്ടാ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ശ്രീഹരി, എന്തോ ഈ പറഞ്ഞ പോലെ തന്നെ ഉഗ്രൻ സോങ് സെലക്ഷൻ. നീ അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഭയങ്കര ഫീൽ. ഇനിയിപ്പം ആ ഒരു കണക്ഷൻ ആണോ എന്താണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ സൈഡിൽ ഇരുന്നോണ്ടാണോ എന്നറിഞ്ഞൂടാ. ആ ഒരു എനർജി പാസ്സായതാണോ എനിക്ക് അറിഞ്ഞൂടാ. നീ ഉഗ്രനായിട്ട് പാടി കേട്ടാ. താങ്ക് യു സർ. ആകെ ഈ പറഞ്ഞ പോലെ അനുപല്ലവിന്റെ ഫസ്റ്റ് 51 അക്ഷരം ചൊല്ലി. എനിക്ക് അത് മാത്രമാണ് വേറെ എങ്ങോട്ടോ പോകുന്ന പോലെ ഫീൽ ചെയ്ത. ആ ഫസ്റ്റ് ലൈൻ ഒരു ക്ലാരിറ്റി കുറവ് പോലെ. ബാക്കിയെല്ലാം നീ അടിപൊളിയായിട്ട് തന്നെ പാടി കേട്ടോ. അത് ശരത്തേട്ടൻ പറഞ്ഞാൽ ഈ കറക്റ്റ് ആ കുങ്കുമപ്പൂടെ ആ പൂ കറക്റ്റായിട്ട് ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ ഭയങ്കര അരോചകമാവും. ഇതെല്ലാം നീ ലോക്കിൽ തന്നെ ഇട്ടിട്ടുണ്ടടാ. അതെ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട, മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. പറഞ്ഞ പോലെ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. നല്ല പാട്ട്, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആകെ ഞാൻ എഴുതി വെച്ചത് ആ ഒരു 2 ഈ ശരത്തേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ഇൻട്രോയും
പിന്നെ അമ്മയില്ലാത്ത നൊമ്പരം മായ്ക്കും അച്ഛൻ്റെ നന്മയിൽ. അതൊന്ന് പാടാം. നെഞ്ചിലുലാവും സങ്കടം തീർത്തോരച്ഛന്റെ നന്മയല്ലേ. ഓക്കെ, അത് നേരത്തെ ആ നോട്ട്സ് അത്ര ക്ലിയർ ആയില്ല. തരിരാരേ ഇങ്ങനത്തെ നോട്ട്സ് വരുമ്പോൾ അതൊന്ന് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കണം. എനിക്ക് അത് മാത്രമേ ഞാൻ എഴുതി വെച്ചുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നന്നായിരുന്നടാ, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു ഹെച്ചേട്ടാ. അച്ഛാ ഓക്കെ ആയോ? ഓക്കെ. എന്താണ് അച്ഛന്റെ വിഷമം? ഇപ്പോൾ നമ്മുടെ നിർമ്മാണ മേഖല ഒരുവിധം സ്തംഭിച്ച മട്ടാണ്, വർക്കുകൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് വർക്ക് കുറഞ്ഞു പോയി. അപ്പോൾ ഈ സമയത്താണ് ഇവൻ ഇവിടെ വന്ന് കയറിയത്. കാരണം ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണു. അതിപ്പോൾ സാധാരണക്കാരെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയുള്ള, അത് മാറും, അത്രയുള്ള പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഹരിസാറ് ഈ കൊടുത്ത സൈക്കിള് അതിപ്പോഴും അവിടെ വെച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു നന്ദി പറയാണ്. അത് ചവിട്ടാറില്ലേ? ചവിട്ടിയിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. എന്തിനാ ചെക്ക അത് തുരുമ്പെടുക്കും മോനെ? ഇല്ല, ഇടയ്ക്കെടുത്ത് തുടച്ച് വൃത്തിയാക്കി ചവിട്ടുന്നുണ്ട്. ആണോ? അതെന്താ നീ ഓടിക്കാത്തല്ല, ഓടിക്കണൊക്കെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ കൊണ്ടുപോയി അത്ര നല്ലല്ല, പറയാൻ പറ്റില്ല. നല്ല അടിയാ സ്കൂളില്. ആണോ? എന്തോന്നടേ ഇത്, പേടിയാവുന്ന കേട്ട്. മക്കളെ സൂക്ഷിക്കുക കേട്ടോ. അക്രമാസക്തമാണ് ഭൂമി ഇപ്പോ. തൽക്കാലം നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന ന്യൂസുകളാണ്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ സൂക്ഷിക്കുക, വലിയവരും. ശ്രീഹരി മാർക്ക് ചോദിക്കാം. ശരത് സർ, എത്രയാണ് ശ്രീഹരിയുടെ മാർക്ക്? 9 മാർക്സ്. ഷാനിക, ഹരിച്ചേട്ടാ, അച്ഛാ ഇങ്ങോട്ട് വാ, അച്ഛനിങ്ങോട്ട് വാ, ഞാൻ പാടാം. അച്ഛൻ പാട്ട് പാടിയിട്ട് പോയാ മതി. ഏത് പാട്ടാ അച്ഛൻ പാടാൻ പോകുന്നേ? അനുരാഗിണി ഇതാ എന്നുള്ളത്. ആ ജോൺസേട്ടൻ പോരട്ടെ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. ശുഭവേളയിൽ വരദേ മമമോഹം നീയറിഞ്ഞു, മമമോഹം നീയറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. എനിക്കറിയാം അത്ര ശരിയായിട്ടില്ല. എന്നാലും അച്ഛൻ എന്റെ കണ്ടു വരച്ചേട്ടാ. നന്നായിട്ട് പാടി, സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളി. പിന്നെ നിങ്ങൾ ഏതോ നാടൻ പാട്ട് ഒന്നിച്ച് നമുക്കൊരു നാടൻ പാട്ട് കേൾക്കാം. ഇവരുടെ ഒന്നിച്ച്. ഞാൻ പാടില്ല, പേടിക്കണ്ട. താനിനതാനിന്നം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനം താനേ താനിനതാനിന്നാനേ. മുത്തുമുസീലിയാരും മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയായൊരു മുഞ്ചത്തി പെണ്ണത്
വഞ്ചി കൊണ്ടിങ്ങ് ഇക്കരയ്ക്ക് താനിന് താനിന്നും താനോ താനിന് താനിന്നാനോ താനം താനേ താനിന് താനിന്നാനേ വഞ്ചിയിലുള്ളൊരു മങ്കയെ കണ്ടപ്പോ മൂളകം പാട്ടാതു പാടിയേ മൂളകം പാട്ടാതു കേട്ടൊരു നേരം തട്ടം കൊണ്ടാ മുഖം മൂടിയേ താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ താനിന് താനിന്നാനോ കാലിച്ച്. കുറെ സന്തോഷം. അതെ. ഇപ്പൊ ഈ സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? എവിടാണ്? മനോജ് കുമാർ കലാഭവൻ എന്ന് പറഞ്ഞിട്ട് കലാഭവൻ ഇപ്പൊ ഒരു ഗായകനാണ് പഠിപ്പിക്കണത്. അതിന് ഫീസൊക്കെ എങ്ങനെയാണ്? അതാണ് ഒരു പ്രശ്നം. എന്ത്? ഞങ്ങൾ രണ്ടാളും പഠിക്കാൻ പോകുന്നു. രണ്ടാൾക്ക് 200 രൂപ വേണം. ആഴ്ചയിൽ ഒരു ദിവസമുള്ള ക്ലാസ് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പൈസ രണ്ടാകുമ്പോ ഞാൻ ഇവനെ മാത്രം പറഞ്ഞു ഞാൻ മാറിക്കും. ആഴ്ചയിൽ പൈസ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം 200 രൂപ. അതും ഞങ്ങൾ രണ്ടാള് പോയാ 200. ഒരു ക്ലാസ്സിനാണോ? ഒരു ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ 200 രൂപ. അതായത് ഒരാൾക്ക് 100, ഒരാൾക്ക് രണ്ടാൾക്ക് ഓക്കെ. ഇനി തൊട്ട് ഞാൻ നോക്കിക്കോളാം. അല്ല അപ്പൊ രണ്ടുപേർക്ക് ഒരുമിച്ച് ചിലപ്പോ ചില സമയത്ത് പൈസ ഉണ്ടാവില്ല. ഇല്ല, അതെ, ഇനി രണ്ടുപേരും ഒരുമിച്ച് പോക്കോ. ഒരുമിച്ച് പോക്കോ. ഒന്ന് നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഷാനിക്ക, താങ്ക് യു. സൂപ്പർ Very good, very good. വെരി ഗുഡ് വെരി ഗുഡ്. ഡെഫിനറ്റ് ആയിട്ട് ഷാൻ ചെയ്യും. ഉറപ്പായിട്ടും, ഷാൻ ചെയ്യില്ല, ഞാൻ ഉറപ്പായിട്ടും. ചെയ്യും. ഇല്ല, ഹരി ചെയ്യും. ഉറപ്പായും. നമ്മള് കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്. നമ്മൾ കൂടെ ഉണ്ട്. എല്ലാരും കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അച്ഛാ ശ്രീഹരി രണ്ടുപേരും ഇനി പാട്ടൊക്കെ ഇങ്ങോട്ട് പഠിക്കുക, ഒരുമിച്ച് പഠിക്കുക. ഇടയ്ക്ക് വരിക, ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടിത്തരാൻ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കേടാ. ലതാജിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം അല്ലേ? ഗോൾഡൻ വോയിസ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ അമ്മയെ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അമ്മയ.
നല്ല രസമുണ്ടായിരുന്നു. താങ്ക് ഈ യു. വിന്റേജ് ലുക്കും ആ ആദ്യത്തെ ഡാൻസും എല്ലാം നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് കളിച്ചു. Thank ഇനി you. പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്താ സർ? അമയ ബ്യൂട്ടിഫുൾ സോങ്. ഓള് നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ എനിക്ക് ഉള്ള ഒരു ആ അനുപല്ലവിയുടെയും ഇനി ചരണങ്ങൾ കിടപ്പുണ്ടല്ലോ, അതിൻ്റെ തുടക്കം മാത്രം ഒരു ചതവുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ശരിയായി. നമുക്ക് അതൊന്ന് പാടിയാലോ? ഏതെങ്കിലും ഒരെണ്ണം മോളെ. ഹേ റോഷനി കെ സാത്ത് ക്യൂ തുടക്കം ഹേ റോഷനി കെ അത്രേ ഉള്ളൂ. പിന്നെ ആ കോറസുകാരെ കുഞ്ഞിന് ഒരു വിശ്വാസവും ഇല്ലല്ലേ. കോറസ് ആണെങ്കിലും മോളെ അത് അത്ര ആത്മാർത്ഥതയോടെ പഠിച്ച് നിങ്ങളുടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനല്ലേ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പാടിക്കൊടുക്കണം. ഇനി ഈ തെറ്റ് വരുത്തരുത്. അത് ഈ പാടുന്ന മെയിൻ ആളിനെ കൊണ്ട് കോറസും കൂടെ പാടിക്കരുത്. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഓക്കെ, വി ഹേറ്റ് ദാറ്റ് പ്രോസസ്. പ്ലീസ് മുത്തേ, താങ്ക് യു മുത്തേ, ലവ് യു ചക്കരെ. ബാക്കി ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. അമ്മയാ എന്താ സർ? വെരി നൈസ് പെർഫോമൻസ്. താങ്ക് യു സർ. അമ്മയുടെ ഇതുവരെ ഇല്ലാത്തൊരു ഗെറ്റപ്പിലൊക്കെയാണ് ഇന്ന് അമ്മയെ വന്നത്. അതെ, വെരി നൈസ്. ആ സോങ്ങിന് നല്ല സ്യൂട്ട് ആവുന്നുണ്ട് യുവർ അപ്പിയറൻസ്. നല്ല സെലക്ഷൻ മോളെ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. സാധാരണ അമ്മയെ ഇങ്ങനെ ടെൻഷൻ അടിക്കും, എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് കൊണ്ട് തെറ്റിക്കും. പക്ഷെ ഇത്തവണ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു തുടക്കം ഇതായാലും നമുക്കൊരു എൻട്രി കിട്ടുള്ളൂ. ഏത് സ്റ്റാൻസ് ആണെങ്കിലും, അനുപല്ലവി ആണെങ്കിലും ചരണമാണെങ്കിലും ബാക്ക് ടു പല്ലവി ആണെങ്കിലും അതൊക്കെ ക്ലാരിറ്റി വേണം. കാരണം ഇവരിതൊക്കെ ഓർക്കസ്ട്ര വായിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എൻട്രി അല്ലേ. സോ എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഓർക്കസ്ട്ര ഗംഭീരം. കോറസ് പാടുമ്പോൾ എപ്പോഴും കുറച്ച് മൈക്ക് ഡിസ്റ്റൻസിൽ വെക്കുക. കാരണം നമ്മളെപ്പോഴും പ്രയോറിറ്റി ആ സമയത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ലീഡ് സിംഗറിനാണ്. നമ്മളവിടെ ബാക്കിംഗ് വോക്കലായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം അത് നമ്മളെപ്പോഴും ഒന്ന് മാനേജ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. നന്നായിരുന്നു, ബട്ട് ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. എനിവേ നല്ല പെർഫോമൻസ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക. അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല സോങ് സെലക്ഷൻ. എനിക്കും ആകെ ഫീൽ ചെയ്തത് ഈ യേ റോഷനി, അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന ചരണം മുബാറക്കയിലൊക്കെ ഒരു ഫെയ്ഡിൽ നിന്നാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരണേ. അത് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ ഫീബിളായിട്ട് തുടങ്ങിയിട്ടാണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി അതർവൈസ് നല്ല ഗ്രേസ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു മോളെ. താങ്ക് യു സർ. അതുപോലെ ഹരി പറഞ്ഞ പോലെ ഇപ്പം ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അമ്മയ്ക്കില്ല. ഫുൾ കോൺഫിഡൻസ് ആണ്. പുതിയ അറ്റയറും പുതിയ ഗെറ്റപ്പും പരിപാടിയൊക്കെയാണ് അമ്മയ. വെരി ഗുഡ്, കീപ് ദിസ് അപ്പ്. ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. മാർക്ക് ചോദിക്കാം. ശരത് സർ. പേടിച്ചു പോയി. മക്കളെ കുഞ്ഞേ, എന്താ സർ? 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ഹർഷേട്ടാ. ഓക്കെ. അയ്യോ, നേരത്തെ പറയണ്ടേ? ഓക്കെ, അടങ്ങിയിരിക്കല്ലോ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഡുവറ്റ് റൗണ്ട്. ഓക്കെ, പാടാൻ വരുന്നു നമ്മുടെ അഭികുട്ടൻ ആൻഡ് വൈഗ. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ് ആൻഡ് വൈഗ. ಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿನಾಕಧರ ಸುಂದರತರ ಪಿನಾಕ ಧರ ಹರ ಗಂಗಾಧರ ಗಜಾಚರ್ಮಾಂಬರ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರ ಧರ. ಚಂದ್ರಚೂಡ ಶಿವ
നി സ നി സ നി സ സ നി സ ധ നി മ പരി തിര തിര ത ധീം ത ത ധീം ത ത ക ത ധീം ത ത ധ ധീ మ పరి రి 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 సరి గ గ గ గ మా తక ధీం త ధీం త తిల న ధీం త న గృద ని ధీ അലിയാം തമ്മിലൊന്നായി ഒഴുകാം രാഗനദിയാ അലിയാം തമ്മിലൊന്നായി ഒഴുകാം രാഗനദിയാ പ്രേമമതിരനുരയും ശ്യാമനിയാമിനി ഉടലോടുടലൊരു ചടുല താളജതി മന്മഥ നടനം സരസമോഹനം ധ്വനിതരംഗതരളം പദമൃദുല മധുര ചലനം മലരേ രാവിൽ രതിമദനലോലമൊരു നർത്തനരംഗം ധ്വനിതരംഗതരളം പദമൃദുല മധുര ചലനം ധ്വനിതരംഗതരളം പദമൃദുല മധുര ചലനം ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ ഒരു ലോലമാം നറുതുള്ളിയായി ഒരു ലോലമാം നറുതുള്ളിയായി നിന്റെ നിറുകിലുരുകുന്നതെൻ ഹൃദയം ജൂണിലെ നിലാമഴയിൽ മഴയിൽ 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 വൈക എന്തോ അബി എന്തോ നിനക്കൊന്ന് ഡാൻസ് കളിച്ചുകൂടാ അവളുടെ കൂടെ? ഇവനെന്താ ഇത്ര ജാടയിട്ട ഡാൻസ് കളിക്കാൻ? എനിക്കറിയത്തില്ല. ഇല്ലേ, ഇവനോട് ഞാൻ ആകുന്ന പറഞ്ഞാ ഡാൻസ് കളിക്കാൻ. ഞാൻ ഡാൻസ് കളിക്കണെന്ന്. അവൻ കളിച്ചില്ലേ? കുറച്ച് കളിച്ചോളൂ, പക്ഷെ അതെന്തോ വലിച്ചു. അത് വലിയ ഭാഗ്യം ആണല്ലേ? ഓക്കെ, എന്തായാലും ചോദിക്കാം. ശരത് സർ, മോള് നന്നായിട്ട് പാടിയടാ, നല്ല തുടക്കമൊക്കെ നല്ല. പിന്നെ എനിക്ക് മോളെ ആ മുകളിലേക്കുള്ള പോർഷൻ ഇപ്പൊ നിനക്ക് നിന്റെ ഒരു ലോയും മിഡും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല മേളിലോട്ട് പോകുമ്പോൾ ഒരു അങ്ങ് മെലിഞ്ഞ് അങ്ങ് വലയുന്നു. അത് ഒന്ന് നോക്കിക്കൊള്ളാം മോള്, കേട്ടോ. നന്നായിട്ട് പാടി, നീ നല്ല സുഖമായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. മോനെ ചക്കരെ, എന്തോ സാർ? നിങ്ങള് അത് പാടിയിട്ട് വന്ന് മോനെ ഈ തില്ലാന കഴിഞ്ഞിട്ട് എന്താണ് നീ പറഞ്ഞത്? നാഗൃതാനിധി. നാതൃധാനിധി, നാതൃധ, കേട്ടോ. മക്കളെ ആ പ്രേമം അതൊന്ന് പാടാമോ? പ്രേമം ഒഴുകാം രാഗനദിയാ പ്രേമമതിരനുരയും ശ്യാമനിയാമിനി ഉടലോടുടലൊരു
ചടുല താളജതി മന്മഥ നടനം അത് വലിയ നീയാണോ ആണോ? ആ കാര്യം അതുവരെ ഇല്ലായിരുന്നു അത്, അതുകൊണ്ടാ ചോദിച്ചേട്ടോ. അതാണെങ്കിൽ ഓക്കെ മോനെ. പിന്നെ മക്കളെ അത് മോള് വൈക പാടി നന്നായിരുന്നു മോനെ കേട്ടോ. പിന്നെ അഭിനവേ എന്താ സാർ? ആ ജൂണില്ലേ എന്തിനാടാ അത്രേ ശക്തി? ജൂണല്ലേ അത്? ആ അതിനെന്തിനാ ഇത്ര ഒരു ആ സംഗതിക്ക് ഇത്രയും ശക്തി? പാടിക്കാത്, രണ്ട് അടി തരും ഞാൻ. ജൂണിലെ അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. ജൂണിലെ അങ്ങനെ പാടിയാ പോരെ? അങ്ങനാണെങ്കിലും മതി. ജൂണിലെ മതി മോനെ. അതെ. അതിന്റെ ആവശ്യമില്ലടാ. അല്ല ശരത്തേട്ട ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ജൂണിലെ അത് ബ്യൂട്ടിഫുൾ അത്. അല്ല നിനക്ക് ഇങ്ങനെ അവന് സംഗതിയും പാടണം, ബലം പിടിക്കുകയും ചെയ്യും. ബലം പിടിക്കാതെ പാടാമോ മക്കളെ? ജൂണിലെ മതി. ജൂണിലെ ഒരു എക്സ്ട്രാ സംഗതി കൂട്ടിയിട്ട് കേട്ടെ പോകുന്ന വഴിക്ക് വേറെ സാധനം കൂടി ഇരുന്നോട്ടെ. മക്കളെ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായാൽ മതി. അതിന് അത്രയും ബലം വേണ്ടടാ. അത് ആ നിലാമഴയായിട്ടൊക്കെ അതൊന്നും ജെല്ലി ഏത്തില്ല കേട്ടോ. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ നല്ലതായിരുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് അല്ലേ? ബ്യൂട്ടിഫുൾ. രണ്ടുപേരെയും കാണാനും ഒരു സുന്ദരിക്കുട്ടി ഒരു സുന്ദരനും ഒക്കെ നന്നായി. മക്കളെ ഡാൻസ് കുറച്ചും കൂടെ ചെയ്യാനാ കേട്ടോ. അത് ഈ പ്രായത്തിൽ ചെയ്യാണ്ട് മക്കളെ ചെയ്തു നോക്കണം. നീ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. ഇങ്ങനെ പുറകെ നടക്കുന്ന പോലെ അല്ലാതെ ആക്കി എടുക്കാതെ കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ശരത് സാർ. ഹരിചേട്ടാ? വൈഗ അഭിനവ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അഭിനവിന്റെ ഒരു സോങ്സ് ആണ് ഇതൊക്കെ. കുറച്ച് കർണാട്ടിക് ഒക്കെ ഉള്ള പാട്ടുകൾ നിനക്ക് ഇഷ്ടമാണെന്നറിയാം. പക്ഷെ നന്നായിട്ട് പാടി. അഭിനവ് സാധാരണ പാടുന്നതിനേക്കാളും എനിക്ക് ഇന്ന് അഭിനവിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. വൈകയും നന്നായിട്ട് പാടി. ചന്ദ്രചൂടൊക്കെ രസമായിരുന്നു. നന്നായിട്ട് പ്രോപ്പറായിട്ട് തന്നെ പാടി. അതിലൊന്നും എഴുതാനില്ല. പിന്നെ അതൊരു കീർത്തനം ആയതുകൊണ്ട് ചില സംഗതീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. എൻ്റെ ഫാദർ ഒരുപാട് പാടുമായിരുന്നത് കച്ചേരിക്കൊക്കെ. അപ്പോൾ ഇത് അതിലൊരു സംഗതിയൊക്കെ ഉണ്ട്. ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണാനി നമോ നമോ ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ റിഫർ ചെയ്തില്ലേ മറ്റേ മനസ്സിലായി. പല വേർഷൻസും ഉണ്ടല്ലോ ഒരു പാട്ടിന്. അങ്ങനെ ഇന്ന വേർഷൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. പിന്നെ സെക്കൻഡ് സോങ്ങും ഇതിൽ ഞാനും എഴുതി വെച്ചതാ നാദരധൃതി അല്ലേ? അത് വേറെന്തോ ആണ് പാടിയത്. അത് മാത്രം ഒന്ന് പാടിക്കാൻ മോനെ. തകധീം തധീം തതില്ലനധീം തനാദ്രതാനേ തീ നാദ്രതാനേ തീ നാദ്രതാനേ തീ. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെ ജൂണിലെ ഞാൻ മട്ടോട്ട് വെച്ചേക്കുന്ന ഒരു തരം അത് ഓൾറെഡി ശരത്തേട്ടൻ ചോദിച്ചു. അത് അത്രയും ജൂൺ മാസത്തിന് എന്തിനാ ഇത്രയും വെയിറ്റ് എന്ന് എനിക്ക് തോന്നി. ആ സോങ്ങില് പല വേർഷൻസ് ദാസാർ പാടിയിട്ടുണ്ട്. ജൂണിലെ 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 ഇതിലേത് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം ഇത് അങ്ങനത്തെ ഒരു റൗണ്ട് ആണല്ലോ. അപ്പോൾ മോന് വേണമെങ്കിൽ ഇതിൽ ഇത്രയും കർണാട്ടിക്കൊക്കെ പാടിയിട്ട് യു കുഡ് ഹാവ് യുനോ ഒരു മെലഡിയിലോട്ട് സമാധാനമായിട്ട് അതിലോട്ട് പോവായിരുന്നു. അവിടെയും ഇത് ഈ സംഗതി വേണ്ടാന്ന് അങ്ങനെ ബ്രില്യൻസ് കാണിക്കായിരുന്നു. ജൂണിലെ നിലാമഴയിൽ നാണമനഞ്ഞവളെ ജൂണിലെ. അപ്പോൾ ഒരു സുഖമുണ്ട് കേൾക്കാൻ നമുക്ക്. വൈഗ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വൈഗ നന്നായിട്ട് തന്നെ പാടി. അങ്ങനെ ഞാനൊന്ന് പദ മൃദുല മധുര ചലനം അതാരാ പാടിയത്? അഭിനവല്ലേ? അതൊന്ന് പാടിക്കേ. ധ്വനിതരംഗതരളം പദമൃദുല മധുര ചലനം ധ്വനിതരംഗതരളം പദമൃദുല മധുര ചലനം. അതിനു മുമ്പ് മോനെ എന്തോ പാടി വരില്ല? ഉടലോടുടലൊരു ചടുല താളജതി മന്മഥ നടനം സരസമോഹനം. അതായിരുന്നു നമ്മുടെ മന്മഥൻ. ഓക്കെ. അപ്പൊ മോനെ അതൊന്നും ആ നോട്ട്സ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. ഇപ്പൊ മോൻ പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളൊരു ക്ലാരിറ്റിയോടെ പാടുമ്പോൾ നമുക്കൊരു
ഓക്കെ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അതും ശരത്തേട്ടൻ പറഞ്ഞായിരുന്നു. വേറൊന്നുമില്ല, ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഒന്ന് ഷെല്ലൊക്കെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ സാർ. ആരെന്ത് വേണോ വിചാരിക്കട്ടെ, പൊളിക്ക്. അതെ, വൈക മാക്സിമം ട്രൈ ചെയ്തു. അതെ, എനിക്ക് തുടക്കത്തിൽ നീ എന്തുവാ കാണിച്ചത്, അതൊന്നുകൂടി ഒന്ന് കാണിക്ക്. എനിക്ക് എന്താന്ന് വൈക മനസ്സിലായില്ല. ഇവിടെ മറ്റേ അതെന്തായിരുന്നു മറ്റേ ഇത് നീ അത് ഇങ്ങനെ വിളിക്കായിരുന്നു വൈകേനെ? അല്ല, അത് വിറ്റൊന്നുമല്ല. ഇവൻ ഇത്രയും കർണാടക സംഗീതം പാടുന്നവനാണ്. എന്നിട്ട് ഇവൻ ദ്രുതം ഇങ്ങനെ കറക്റ്റ് തിരിച്ചു തന്നെ ചെയ്തോണ്ടിരിക്കുക. അവ രാമനാഥനോ നോക്കിയത്? ഏതാണ്? വൈകേനെ ഇങ്ങനെ വിളിക്കുക. രാമനാഥനായിരുന്നോ? പക്ഷെ സ്വാമിനാഥനായി പോയി മറ്റേ ഇതിലെ ഗോഡ് ഫാദറിലെ. എന്തൊക്കെ കാണണമല്ലേ ജീവിതത്തിൽ. അയ്യോ, മറ്റേ സാറിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ? അല്ലേ? എനിക്ക് അതാ തോന്നി. എടാ, രാമനാഥൻ എന്ന് പറയുമ്പോ ആ ഒരു ഒന്ന് വലിച്ചു കാണിച്ചിരുന്ന എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു വൈകി ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ നീ എന്തോ ചെയ്യാന്ന് കേട്ടാ. എന്തായാലും നമ്മളെല്ലാരും കാണുന്നു. ഗിവ് അവേ കേട്ടോ. അങ്ങ് ജസ്റ്റ് കൊടുക്കുക. ചുമ്മാ ഒരുപാട് ചിന്തിച്ചോണ്ടിരുന്ന ഒന്നും നടക്കില്ല കേട്ടോ. ഓക്കെ സാർ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. വൈഗ, അഭിനവ് രണ്ടുപേരും നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ ആ ആക്ടിന് കുറച്ചുകൂടെ ഒരു ഫിനസ് ആവാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. ഒരു ഇൻകംപ്ലീറ്റ് പോലെ ഫീൽ ചെയ്യും. പെട്ടെന്ന് എന്തോ കൺഫ്യൂഷൻ നടക്കുന്ന പോലെ ഫീൽ ചെയ്തു. അതർവൈസ് കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി. ഇപ്പോൾ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പൊടിക്ക് എനിക്ക് വൈകയുടെ സിംഗിങ് ആണ് ഇഷ്ടമായത്. പിന്നെ അഭിനവേ, ഹരി പറഞ്ഞ ജൂണില്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള ജൂൺ, അത് മാത്രം എനിക്കൊന്ന് കേൾക്കണം. ജൂണിലെ അങ്ങനെ അല്ലടാ, ഒന്ന് പറഞ്ഞു കൊടുത്തടാ മോനെ. പ്ലെയിൻ ആയിട്ട് ജൂണിലെ അതിന് അത്രയും പുഷും വേണ്ട. ജൂണിലെ ബെറ്റർ. അങ്ങനെ ഓരോന്നിലും വർക്ക് ചെയ്യും കേട്ടോ. രാമനാഥ, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഓക്കേ, താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കേ, ശരത് സർ. യെസ്. ആരുടെ മാർക്ക് വേണം എന്റെ പ്രിയപ്പെട്ട പാറു നിനക്ക്? എനിക്ക് രണ്ടുപേരെ വേണം. ഒറ്റയടിക്ക് പറയാൻ ഒരു വായന. ആദ്യം അബിയുടെ. അബിയുടെ. അബി ചക്കരെ, എന്തോ സാർ? നിനക്ക് 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു. ഇനി വൈകയുടെ. ചക്കരയ്ക്ക് 9 മാർക്ക്. അണ്ണനും തമ്മിയും ഇട്ടാലും ഓക്കെ. താങ്ക് യു. ഇവനില്ലേ ഡെഡിക്കേഷൻ റൗണ്ടില് ഇവന്റെ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്താ, പക്ഷെ അമ്മയല്ലേ വന്നിരുന്നേ. അതെ. അപ്പൊ ഇവനാണേല് ആന്റിയെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കായിരുന്നു, ഒന്നും പറയില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മൂമ്മ വന്ന് ഞാൻ തല്ലിപ്പൊളിയാന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ ആന്റിയെ സമ്മതിച്ചില്ല. അപ്പൊ ഞങ്ങൾ ആന്റിയോട് പറഞ്ഞായിരുന്നു ഇവന്റെ കാര്യമൊക്കെ പറയണോന്ന്. അപ്പൊ ആന്റി പറയുന്നേരം ഇവ സമ്മതിച്ചില്ല. എന്താണ് ഇവന്റെ മെയിൻ പ്രശ്നം? ഇവൻ അതപ്പോ ആന്റിയോട് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞു ഇവൻ സ്കൂളിൽ കാണിക്കുന്ന ഒന്നും ആന്റിയോട് പറയത്തില്ല, കുരുത്തക്കേടൊന്നും പറയത്തില്ല. എനിക്ക് 10/10 ഫുൾ മാർക്കാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെയും ചെയ്തില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ഉറക്കത്തില് കാണിച്ചതിന്റെ അറ്റവും മൂലയൊക്കെ പറയും. എന്നിട്ട് ആന്റി രാവിലെ വിളിച്ച് ചോദിക്കും, എന്നിട്ട് കണ്ടുപിടിക്കും. ലൈഫാടാ ഇത്. ഞാൻ രാവിലെ രാത്രി വരെ എല്ലാ കള്ളവും പറഞ്ഞിട്ട് ഉറക്കത്തിൽ സത്യം മൊത്തം വിളിച്ചു പറയാ. ശരിക്കും ചിലപ്പോഴൊക്കെ അമ്മ പറയണെന്ന്. അങ്ങനെ എന്താ അമ്മ പൊക്കിയത് നിന്റെ? അമ്മ പറയുന്നോ നീ എന്തൊരു ഉറക്കത്തിൽ എന്തൊക്കെ പറയണ കേട്ടോ. നീ എടാ ഇന്ന് പോലെ തുണി വായി വെച്ചിട്ട് കിടന്നുറങ്ങിക്കും. സെറ്റ്. അങ്ങനെ പൊക്കിയത് കള്ളത്തരം പറഞ്ഞ ഏതാ? മാർക്ക് വല്ലതും പൊക്കിയാ? എന്തായിരുന്നു രാത്രി പറഞ്ഞ വിളിച്ചു പറഞ്ഞ സത്യം എന്തായിരുന്നു? എനിക്കറിയത്തില്ല, അമ്മ ഇങ്ങോട്ടാ പറഞ്ഞേ. വീട്ടിൽ പോയി എത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞേ? 10 ഫുള്ളാന്ന് പറഞ്ഞു. ഉറക്കത്തിൽ ഞാൻ അമ്മയുടെ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, എന്തോ നീ എന്തൊരു ഉറക്കത്തിൽ പറയണായിട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു, എന്തോ പരീക്ഷയ്ക്കൊക്കെ പൊട്ടി എന്നൊക്കെ പറയണ കേട്ടു പറഞ്ഞു. ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, പൊട്ടി മര്യാദയ്ക്ക് പറഞ്ഞോന്ന് പറഞ്ഞ് ചട്ടവും പൊള്ളിച്ച് ഇങ്ങനെ നിൽക്കിയത്. എന്നിട്ട് സത്യം പറഞ്ഞു പൊട്ടിയാ നീ ശരിക്കും? 8 നിലയ്ക്ക് 10ന് 7 ഉണ്ട്.
7 ഇതൊന്ന് 10-ലാണോ? അവിടെയും സൂപ്പർ സ്റ്റാർ ആണോ സ്കൂൾ? അല്ല, ഡിക്റ്റേഷൻ ആയിരുന്നു. ഡിക്റ്റേഷൻ ആ വാക്കൊക്കെ കേട്ടിട്ട് കാലങ്ങളായി. സത്യമാട്ടോ Dictation എന്നൊക്കെ പറയുമ്പോ പേടിയാവുന്നു. പണ്ട് സർപ്രൈസ് ആയിട്ടൊക്കെ വരും ഡിക്റ്റേഷൻ ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, Surprise ആയിരുന്നു. ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. നാളെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ട്, പ്രിപ്പയർ ചെയ്ത്. ഞങ്ങൾ ചിരിക്കും, ടീച്ചർ ഇന്ന് എന്താണോ പറയാൻ പോകുന്നത്. അഭി ആവശ്യമില്ലാത്തൊന്നിനും വിളിച്ചു പറയരുതേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വൈഗ.